അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസാ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മൾ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് ഇന്ന് മർക്കസ് നോളേജ് സിറ്റിയിലേക്കാണ് യാത്ര. അവിടെ കൂടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഉസ്താദ്, അതുപോലെ തന്നെ പണി സെക്രട്ടറി ബഹുമാനപ്പെട്ട നൗഷാദ് സുലൈഖ്, അവരൊക്കെ നമ്മുടെ കൂടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ രാവിലെ 7:30 യാത്ര തിരിച്ചതാണ്. ഇവിടെ ഇൻഷാ അല്ലാഹ് ഒരു 11:30 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. അവിടെ എത്തിയിട്ട് നോളേജ് സിറ്റിയിലെ കാഴ്ചകളൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ ഇന്ന് സംബന്ധിക്കും. നമ്മുടെ എടപ്പാട് ഭാഗത്തും വളാഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൽക്ക ജുമായ്ക്ക് ശേഷം രാത്രിയോളം നീളുന്ന ഒരുപാട് പരിപാടികൾ മർക്കസ് നോളേജ് സിറ്റി പദ്ധതിയിലുണ്ട്. അവരുടെ ഇൻഷാ അല്ലാഹ് പരിപാടികൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനു കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് മടവൂരിലേക്ക് സിയാറത്തിന് പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ നോളേജ് സിറ്റിയിലുള്ളത്. രാവിലെ പുറപ്പെട്ടതാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉസ്താദിന്റെ ഉസ്താദാണ്. MET 70ഓളം വിദ്യാർത്ഥികളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനു വേണ്ടി പല ആളുകളെയും സമീപിക്കാറൊക്കെ ഉണ്ട്. പല ആളുകളെയും സഹകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതുപോലെ ഷമീർ ഉസ്താദ്, ഉസ്താദിന്റെ അനിയനാണ് അൻസാർ ഉസ്താദ്, നമ്മുടെ അബ്ദുറഹ്മാൻ ഉസ്താദ്, നമ്മുടെ പള്ളിയെ സെക്രട്ടറി നൗഷാദ്, അതുപോലെ സുലൈഖ്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 2 വണ്ടിയിലായിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഏതാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് എല്ലാത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. നോളേജ് സിറ്റിയെ കുറിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉസ്താദ് എന്താ പറയാനുള്ളത്? നോളേജ് സിറ്റിയെ കുറിച്ച് അൽഹംദുലില്ലാഹ്, നോളേജ് സംഭവമാണല്ലോ. ഇത് കാണുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും നോളേജ് സിറ്റി വന്ന് കാണും. അൽഹംദുലില്ലാഹ്, ഈ നോളേജ് സിറ്റി ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേദിയിൽ ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ വലിയ തൗഫീഖ് നൽകിയാലോ. നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി നിലനിൽക്കുന്നത്. അത് ഈ നോളേജ് സിറ്റിയിലാണ്. അപ്പോൾ എല്ലാവരും നോളേജ് സിറ്റി വന്ന് കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.